വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനിവിടെ വന്നിട്ടൊരു 4 മാസമേ ആയിട്ടുള്ളൂ. 2023 ബ്രദർ രാകേഷ് എൻ്റെ ജോലി സ്ഥലത്ത് വന്നിട്ട് ഞങ്ങൾ ആ ജോലിയായിട്ടുള്ളൊരു ബന്ധത്തിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടിയതാണ്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, സിറ്റി ചർച്ച് എന്നൊരു ചർച്ചുണ്ട് തൃക്കണ്ണാപുരത്ത്, അങ്ങോട്ട് വരണം. ഞാനിങ്ങനെ ഒരു ബിലീവറാണെന്ന് അറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അത്ര കാര്യമാക്കിയില്ല. ഞാൻ വേറൊരു ചർച്ചിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ 2025 ആയപ്പോൾ ഞാൻ ടെറസിൽ വീണ് ഞാൻ കിടക്കുന്ന സമയത്ത് രാകേഷ് എൻ്റെ വീട്ടിൽ വന്നു. ആ സമയത്ത് രാകേഷ് വന്നിട്ട് പറഞ്ഞു, അപ്പം ഞങ്ങൾ ഒരുപാട് കാര്യത്തിൽ വിഷമം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. കാരണം എൻ്റെ മോൻ്റെ UK പോകുന്ന ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് രാകേഷ് വന്നിട്ട് പറഞ്ഞു, എൻ്റെ പാസ്റ്റർ വിളിക്കാം എന്ന് പറഞ്ഞു. സാധാരണ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പാസ്റ്റേഴ്സ് ആണെങ്കിൽ വലിയ ഗമയായിട്ടൊക്കെ പെട്ടെന്നങ്ങ് വരൂലല്ലോ. അപ്പം ഞാൻ ആ ഒരു ലെവലിൽ അതിനെ അങ്ങ് തള്ളി. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ആൻറ്റിയും പാസ്റ്ററും കൂടെ വന്നു. എനിക്കതൊരു വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. അപ്പോൾ വന്ന് പ്രാർത്ഥിച്ചു. അന്ന് ഏത് വിഷയത്തിലാണോ ഞാൻ പ്രാർത്ഥിച്ച കാര്യം അതെല്ലാം നടന്നു. എൻ്റെ മോൻ UK കയറിപ്പോയി. ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, നമ്മൾ ദൈവമക്കളെ ഒരു കാര്യം ആരെങ്കിലും വന്ന് പറയുമ്പോൾ നമ്മളത് ഗണ്യമാക്കാതെ പോകരുത്. കാരണം എന്നെ സിറ്റി ചർച്ചിലേക്ക് മര്യാദയ്ക്ക് വന്ന് വിളിച്ചതാണ് ജെയിംസ്. അപ്പം ഞാൻ വന്നില്ല. പിന്നെ എന്നെ തള്ളിയിട്ടിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് തന്നെ. അപ്പോൾ ദൈവം ഇനിയിപ്പോൾ എനിക്ക് ഒരു മോളുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അവളുടെ ഒരു മാരേജിന് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ വേലയിൽ നിൽക്കാനാണ് ഞാൻ ഏറ്റവും അധികം താല്പര്യപ്പെടുന്നത്. എല്ലാവരോടും പ്രാർത്ഥന ചോദിക്കുന്നു.